ഇത് എൽ ജിയുടെ ടി വിയാണ്. ഇപ്പം ഞാൻ ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മതി, ഒരു സൗണ്ട് വരുന്നുണ്ട് ടി വിയിലെന്ന്. ഈ ഒരു സൗണ്ട് വരുന്നത് ഓസിലേഷൻ്റെ സൗണ്ടല്ല, പവർ സപ്ലൈ സൈഡിൽ നിന്നാണ് ഈ ഒരു സൗണ്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്തപ്പോൾ അറിയാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ ഈ പവർ സപ്ലൈയിൽ വരുന്ന ഒരു കപ്പാസിറ്ററുണ്ട്, മെയിൻ കപ്പാസിറ്റർ, വലിയ കപ്പാസിറ്റർ. അപ്പോൾ അത് കംപ്ലൈൻ്റായി, അതുകൊണ്ടാണ് ഈ സൗണ്ട് വരുന്നത്. പിന്നെ ഈ ബോർഡിൽ വേറൊരു കംപ്ലൈൻ്റ് ഉണ്ട്, എന്ന് ഇടയ്ക്കിടയ്ക്ക് ഓണാവും എത്ര നേരം വരുന്നോ ഓടിക്കോളും. പക്ഷേ പിന്നീട് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്താൽ ചിലപ്പോൾ ഓണാവും, ചിലപ്പോൾ ഓണാവില്ല. അങ്ങനത്തെ ഒരു കംപ്ലൈൻസും ഉണ്ട് ഇതിൽ. ഓക്കെ, അപ്പോൾ അത് ഈ കപ്പാസിറ്ററാണ്. ചിലത് ടോപ്പ് പോർഷൻ, ഈ കപ്പാസിറ്ററിൻ്റെ ടോപ്പ് പോർഷൻ ബൾജായിട്ട് വരും. ചിലത് അങ്ങനെയൊന്നും സംഭവിക്കില്ല. ചിലത് കംപ്ലൈൻ്റ് ആയിരിക്കും, അകത്ത് ചിലപ്പം കുലുങ്ങും. അപ്പോൾ ഇത് കുലുക്കി നോക്കിയപ്പോൾ കുലുങ്ങുന്നുണ്ട് അകത്ത് കപ്പാസിറ്റർ. കുലുക്കുമ്പോൾ അറിയാൻ പറ്റും അകത്ത് കുലുങ്ങും. ഈ PTC കംപ്ലൈൻ്റ് ആയാലും ചിലത് ഇങ്ങനെ കുലുക്കുമ്പോൾ. അപ്പോൾ ഈ കപ്പാസിറ്റർ വന്നിട്ട് കംപ്ലൈൻ്റ് ആണ്. ഇതിപ്പോൾ വേറെ ഇട്ടിട്ടുണ്ട്, കറക്റ്റ് വാല്യൂ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ബോർഡിൽ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ സോൾഡർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബോർഡിൽ നല്ല ഡ്രൈ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ ഓണാവാതെ ഉള്ള പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. ഓണാവാതെ ഒന്നും ഓസിലേഷൻ ചെയ്യാതെ ലൈറ്റ് മാത്രം കത്ത് നിൽക്കും. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ബേസ് ബോർഡ് ഉൾപ്പെടെ എല്ലാം ഡ്രൈ സോൾഡർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ സംഭവം ഓൺ ചെയ്തിട്ടുണ്ട് ടി വി. അപ്പോൾ ലൈൻ അടിച്ച് നിൽക്കുകയാണ്, അകത്ത് ഗ്രെയിൻസും കാണാം. അപ്പോൾ LOT ഒന്ന് കുറയ്ക്കുകയാണ്. അപ്പോൾ കറക്റ്റ് അതാ ബ്ലൂ ബാക്കിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ റിമോട്ടിലത്തെ ബാറ്ററി ഇല്ല, ഞാൻ പിന്നെയാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കംപ്ലൈൻസൊക്കെ മാറി. ആ ശബ്ദവും മാറിയിട്ടുണ്ട്. ആ വലിയ കപ്പാസിറ്ററിൻ്റെ പ്രശ്നം കൊണ്ടാണ് ആ ഒരു പവർ സപ്ലൈ സൈഡിൽ നിന്ന് ആ ഒരു ശബ്ദം വന്നുകൊണ്ടിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.